ബിസ്മില്ലാ. നമ്മൾ മദീനത്താണ്, റസൂലുള്ളാഹിന്റെ നാട്ടിൽ. സാധാരണ സലഫികള് റസൂലുള്ളാഹിന്റെ നാട്ടിൽ വരൂല, അള്ളാന്റെ റസൂലിന്റെ പള്ളി സന്ദർശിക്കൂല, ഖബർ സിയാറത്ത് ചെയ്യൂല. ഇതൊക്കെയാണ് പൊതുവെ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുള്ള മൗലവിമാരുടെ. നമ്മളിപ്പം മദീനത്താ ഉള്ളത്. അള്ളാന്റെ റസൂലിന്റെ നാട്ടില് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അള്ളാന്റെ റസൂലിനോട് മുഹബത്തുള്ളവരാ മുഅ്മിനീങ്ങൾ. ആ മുഹബത്തിന്റെ ഭാഗമാണ് മദീനയിൽ വരുത്തും ഈ പള്ളി സന്ദർശിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ റസൂല് നമ്മളെ അത് പഠിപ്പിച്ചത് കൊണ്ടാണ്. പിന്നെന്ത് പഠിപ്പിച്ചിട്ടില്ല? ആ റസൂലിനോട് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ആ റസൂലിനോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചിലപ്പം ഈ സ്ഥലത്തുനിന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരാള് പാപങ്ങളായ ചില ആളുകളെ ബാക്കിൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേർക്ക് നേരെ വിളിച്ച് ദുആ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അയാൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നറിയോ? ആ ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പോലും അയാൾ തള്ളിക്കളഞ്ഞു. ആ പ്രവാചകൻ അടികൊണ്ടു. ഇബ്നു മുഅയ്ത്തിന്റെ കഫം ആ റസൂലുള്ളാഹിന്റെ മുഖത്ത് വീണു. ദാറുൽ ഐമനിൽ കൂടിയ ഖുറൈശികൾ റസൂലുള്ളാഹിന്റെ ആ പിരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രയാസപ്പെടുത്തി. ശുഅബ് അബീ താലിബിൽ 3 വർഷക്കാലം പട്ടിണി കിടന്നു. ഉപരോധത്തിൽ യുദ്ധങ്ങൾ നടന്നു. റസൂലുള്ളാഹിന്റെ കവിള് പൊട്ടി, പല്ല് പൊട്ടി, കുടിയിൽ വീണു. എന്തെല്ലാം കഥകൾ, എന്തെല്ലാം താരീഖുകൾ. ഇതെല്ലാം എന്തിന്? ഒരൊറ്റ ഒരു കാര്യം പറയാൻ, എന്നോടെന്നല്ല അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനോട് ചോദിക്കരുത്, ദുആ ചെയ്യരുത്, സഹായം തേടരുത് എന്ന് പറയാൻ പഠിപ്പിച്ച് ജീവിച്ച് വഫാത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചങ്ങായി നേർക്കുന്നവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ നിയോഗിക്കപ്പെട്ടത് ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, പക്ഷെ എനിക്ക് വഹയുണ്ട്. ഏതാണ് വഹി എന്നറിയോ? അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ലിഖായിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. സാലിഹായ അമൽ ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക. ശിർക്ക് ചെയ്യാതിരിക്കുക. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേർക്ക് നേരെ വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ പക്ക ശിർക്കാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും നിരോധിച്ചതും അതിശക്തമായി ഉമ്മത്തിനെ താക്കീത് ചെയ്തതും. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. നമ്മളിവിടെ വന്നത് സലാം പറയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു, നമ്മൾ നാളെ തിരിച്ചു പോവുകയും ചെയ്യും. ജീവിതത്തിൽ ആ റസൂല് പഠിപ്പിച്ച പാഠങ്ങൾ നമ്മൾ ഏറ്റെടുക്കും, അങ്ങനെ ജീവിച്ച് തെളിയിക്കുകയും ചെയ്യും. അതാണ് മുഅ്മിനിന്റെ കടമ. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ.